ഇന്നലെ നമ്മുടെ ജാസ്മിൻ ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ ചിലപ്പോഴൊക്കെ നമുക്ക് വിഷമം തോന്നും ജാസ്മിൻ്റെ കരച്ചിലൊക്കെ കാണുമ്പോൾ. പക്ഷേ എത്രയൊക്കെ ആരൊക്കെ പറഞ്ഞു കൊടുത്താലും മനസ്സിലാവാത്ത പ്രകൃതം കാണുമ്പോൾ ആ ഒരു തോന്നുന്ന വിഷമമൊക്കെ അങ്ങ് മായും. കാര്യം അതുപോലെയാണ് ജാസ്മിൻ്റെ പ്രവൃത്തി. ഇന്നലെ തന്നെ സായി ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. ആ ഒരു അടുപ്പം കൊണ്ടായിരിക്കും അത് പറഞ്ഞു കൊടുത്തത്. അതൊരു തെറ്റായ കാര്യമായിട്ട് പോലും, അങ്ങനെ ചെയ്തുവിടാത്ത കാര്യമായിട്ട് പോലും ഇതൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് പോലും ഇന്നലെ സായിക്കിട്ട് തന്നെ കുത്തിയില്ലേ. മാത്രമല്ല ഇന്നലെ നൈറ്റൊക്കെ പോയിരുന്ന് ഭയങ്കര കരയുന്നുണ്ട്. ഇത് അങ്ങനെ സായി പറഞ്ഞതൊരു കള്ളമായിട്ട് തോന്നിയെങ്കിൽ എന്തിനാണ് മാറിയിരുന്ന് കരയേണ്ട ഒരവസ്ഥ വരുന്നത്? താൻ ചെയ്തത് 100% ശരിയാണെങ്കിൽ അതിൻ്റെ ഒന്നും യാതൊരു ആവശ്യമില്ലല്ലേ. എന്തായാലും ഇന്നലെ ജാസ്മിൻ ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു. എങ്കിൽ ആ പറഞ്ഞ കാര്യം മനസ്സിലായി എങ്കിൽ, ആ പറഞ്ഞത് മനസ്സിലായിക്കൊണ്ടാണ് കരയുന്നതെങ്കിൽ എനിക്ക് തോന്നുന്നു ഗെയിം ഒന്ന് മാറ്റിപ്പിടിച്ചാൽ പ്രേക്ഷകർക്കെല്ലാം വീണ്ടും ജാസ്മിനോട് ആ സ്നേഹം വരും. ഇന്നലെ ആ സ്വന്തം അനിയനെയൊക്കെ ഓർത്ത് ഭയങ്കരമായിട്ട് വിഷമിക്കുന്നുണ്ട്. കാര്യം എൻ്റെ കാര്യം, ഞാൻ ചെയ്ത ഒരു പ്രശ്നം കാരണം എൻ്റെ അനിയൻ്റെ ലൈഫിനെ ബാധിക്കുമോ, അവന് പുറത്തൊക്കെ പോകാനുള്ളതല്ലേ എന്നൊക്കെ രീതിയിലൊക്കെയുള്ള വർത്തമാനങ്ങൾ ജാസ്മിനെ നൈറ്റൊക്കെ ഇരുന്ന് പറയുന്നത് കേട്ടു. അപ്പോൾ അത്രയ്ക്കും ബോധമുള്ള ആളാണെങ്കിൽ ഇനിയെങ്കിലും ഗെയിം ഒന്ന് മാറ്റിപ്പിടിച്ചാൽ കുറേയെങ്കിലും വെറുപ്പുകൾ വിദ്വേഷമൊക്കെ നമ്മുടെ പ്രേക്ഷകരുടെ മനസ്സിൽ നിന്ന് മാറി കിട്ടുമല്ലേ. കാര്യം ഇന്നലെ 2 ദിവസം മുന്നേ പറയുന്നത് എൻ്റെ വാപ്പ പറഞ്ഞിട്ട് പോലും കേട്ടില്ല. ഇന്നലെ സായി വന്ന് പറഞ്ഞ് കേട്ടില്ല. ബിഗ് ബോസ് പല ക്ലൂ കൊടുത്തു എന്നിട്ട് മനസ്സിലായില്ല. വീണ്ടും ഇങ്ങനെ പോകുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് പ്രേക്ഷകരുടെ വെറുപ്പ് വന്നുകൊണ്ടേ ഇരിക്കുകയല്ലേ. കാര്യം ഇപ്പോഴും ജാസ്മിനെ സ്നേഹിക്കുന്നവരുടെ മനസ്സിൽ പോലും ദേഷ്യം വരും. അപ്പോൾ അതൊന്ന് മാറ്റി പിടിച്ചാൽ ജാസ്മിന് തന്നെ ആയിരിക്കും നല്ലത്. എന്തായാലും ഇന്നലെ നൈറ്റ് ജാസ്മിന് വല്ലാതെ തകർന്നിരുന്ന് കരയുമായിരുന്നു സ്വന്തം അനിയനെയും വീട്ടുകാരെയും ഓർത്ത്. ഇന്നിനി എന്ത് ഗെയിമാണ് ജാസ്മിൻ ഇറക്കാൻ പോകുന്നതെന്ന് നമുക്ക് രാവിലെ കണ്ട് തന്നെ അറിയാം. നിങ്ങൾക്കെന്താണ് തോന്നുന്നത്? ജാസ്മിൻ്റെ ഗെയിമിന് എന്തെങ്കിലും മാറ്റം ഉണ്ടാകുമോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ മറക്കാതെ രേഖപ്പെടുത്തണം. കൂടുതൽ ലൈവ് അപ്ഡേഷനുമായിട്ട് ഉടനെ വരുന്നതായിരിക്കും.